വി.ഡി. സതീശൻ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു 100 സീറ്റ് നേടിയില്ല എന്നുണ്ടെങ്കിൽ വനവാസത്തിന് പോകുമെന്ന് പ്രഖ്യാപിച്ചു. അപ്പോൾ അതേ തുടർന്നുകൊണ്ട് കെ സുധാകരൻ പറയുന്നു അങ്ങനെ നേടുന്നതാണ് നല്ലത്, നേടിയില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പോകേണ്ടി വരില്ലേ എന്നാണ് കെ സുധാകരൻ ചോദിക്കുന്നത്. അപ്പോൾ പിണറായി 3.0 സാധ്യമാണോ എന്ന് ചോദിക്കുമ്പോൾ സാധ്യതയില്ലായികയൊന്നുമില്ല എന്നാണ് കെ സുധാകരൻ പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ കെ സുധാകരനും പിണറായി 3.0 വരണമെന്നാണോ ആഗ്രഹിക്കുന്നത്? താങ്കളിപ്പോൾ പറഞ്ഞതിൽ ആദ്യമേ തന്നെ ഒരു ഫാക്ച്വൽ എറർ ഉണ്ട്. അതെന്താ വെച്ചാൽ വി.ഡി. സതീശൻ ഇപ്പം അത് ആവർത്തിക്കുന്നില്ല. അല്ലല്ല, വി.ഡി. സതീശൻ 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ വനവാസത്തിന് പോകും എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടില്ല. 100 സീറ്റ് ലഭിക്കുമെന്ന് പറഞ്ഞു. 100 സീറ്റ് ലഭിക്കുമെന്ന് അതൊക്കെ പറയാം, അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. സത്യത്തിൽ വി.ഡി. സതീശൻ പറഞ്ഞ കൃത്യമായിട്ടുള്ള വാചകം എന്താണെന്ന് വെച്ചാൽ, തിളക്കമാർന്ന വിജയം കരസ്ഥമാക്കാനായില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകും എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ തിളക്കമാർന്ന എന്നുള്ളത് അദ്ദേഹം എന്താണെന്നുള്ളത് പ്രവചിച്ചിട്ടില്ല. പക്ഷെ ആളുകളൊക്കെ തന്നെ ഈ 100 സീറ്റായിട്ട് കൂട്ടിക്കെട്ടുകയും 100 സീറ്റാണല്ലോ ഒരു തിളക്കമാർന്ന വിജയം. പോട്ടെ, ഏറ്റവും കുറഞ്ഞ ഒരു 90 വരുമല്ലോ. അപ്പോൾ അത്തരത്തിൽ തിളക്കമാർന്ന വിജയം അതാണ്. ആ തിളക്കമാർന്ന വിജയം ഉണ്ടാവില്ലെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായതുകൊണ്ട് ഇപ്പോൾ വി.ഡി. സതീശൻ പറയുന്നത് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. തൽക്കാലം പറവൂരിൽ വനമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇനി എറണാകുളത്ത് വല്ല മംഗളവനത്തിലേക്ക് കയറിയിരിക്കാനേ പറ്റുള്ളൂ. അല്ല, ഞാൻ പറഞ്ഞോട്ടെ, മംഗളവനത്തിലേക്ക് കയറിയിരിക്കാനേ പറ്റുള്ളൂ. പിന്നെ അദ്ദേഹം MLA ആയിരിക്കും, MLA സ്ഥാനം ഒന്നും രാജിവെക്കൽ അടക്കില്ല. അതുകൊണ്ട് അദ്ദേഹം വനവാസത്തിന് പോകണമെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഏതാ പറഞ്ഞ വാക്ക് പാലിക്കണ്ടേ? എന്നാലും വനവാസത്തിനല്ലെങ്കിൽ തന്നെ കോൺഗ്രസ്സുകാർ പറഞ്ഞു വിട്ടോളും. കാരണം എന്ന് വെച്ചാൽ തെന്നല ബാലകൃഷ്ണ പിള്ളയെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയത് അവരാരും അറിഞ്ഞില്ല. കെ സുധാകരനെ മാറ്റിയത് അറിഞ്ഞില്ല. എന്തിനേറെ പറയുന്നു, രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറ്റിയത് അറിഞ്ഞില്ല. പുള്ളി രാവിലെ ഇരിക്കാൻ വേണ്ടി കസേരയെ നോക്കി വന്നപ്പോഴാണ് കസേര വേറൊരാൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതുപോലെ തന്നെ കോൺഗ്രസ്സുകാർ പറഞ്ഞു വിടും എന്നുള്ളത് വളരെ കൃത്യമായി അറിയാവുന്ന ഒരാളാണ് വി.ഡി. സതീശൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ജയിച്ചില്ലെങ്കിൽ ഇവിടെ 71 സീറ്റ് കിട്ടിയാൽ കുഴപ്പമില്ല. 70 or 71 സീറ്റുകളിലേക്ക് ഉറപ്പായിട്ട് എന്ത് ചെയ്യണം? അപ്പോഴും പറഞ്ഞ വാക്ക് ലഭിക്കുന്നില്ലല്ലോ. 100 സീറ്റിൽ കൂടുതൽ ലഭിച്ചില്ല എങ്കിൽ 100 സീറ്റ് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞത് തിളക്കമാർന്ന വിജയം എന്നാണ്. ഈ തിളക്കമാർന്ന വിജയം എന്ന് പറഞ്ഞാൽ മിനിമം ഒരു 85 സീറ്റെങ്കിലും വേണമല്ലോ. ആ 85 സീറ്റ് കിട്ടാൻ സാധ്യതയില്ലെന്ന് നമുക്ക് 100% ഉറപ്പാണ്. പക്ഷെ അദ്ദേഹം ഇപ്പോൾ വനവാസത്തിന് പോകണമെന്ന് നമ്മൾ പറയില്ല. കാരണം അദ്ദേഹം വളരെ മിടുക്കനായ ഒരു രാഷ്ട്രീയക്കാരനാണ്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം ചില നുണകളൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടേ. പക്ഷെ പറയുന്ന വാക്കുകളും പ്രവൃത്തിയും തമ്മിൽ അജഗജാന്തരം വ്യത്യാസമില്ല. അല്ല, അത് രാഷ്ട്രീയക്കാരുടെ കാര്യത്തിലേക്ക് ഭയങ്കര വലിയ വ്യത്യാസം ഉണ്ടാവും. അത് ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ സ്പെസിഫിക്കലി അങ്ങനെ ഒരു വ്യത്യാസമില്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ്. പറയുന്ന വാക്കുമായിട്ട് യാതൊരു, ഇപ്പൊ വയനാടുമായി ബന്ധപ്പെട്ട്, വീടുമായിട്ട് ബന്ധപ്പെട്ട്, സാമുദായിക നേതാക്കന്മാരുടെ തിന്നനിരങ്ങില്ല എന്നതുമായി ബന്ധപ്പെട്ട് എല്ലാം ഇദ്ദേഹം പറയുന്നതല്ല ഇദ്ദേഹം പ്രവർത്തിക്കുന്നത് എന്ന് തോന്നുന്നില്ലേ? അല്ല, ഈ പറയുന്നത്ര എളുപ്പമല്ലല്ലോ പ്രവർത്തിക്കാൻ. പണ്ട് വലിയൊരു എക്കണോമിസ്റ്റ് പറഞ്ഞിട്ടുള്ള ഒരു വാക്യമുണ്ട്, തിങ്ക് ബിഗ് ഈസ് ഗുഡ് ബട്ട് ആക്ട് ബിഗ് ഈസ് ഡിഫിക്കൽട്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ വലുതായി ചിന്തിക്കാൻ ഗുണം നല്ലതാണ്. പക്ഷെ നമുക്ക് ഒരിക്കലും അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രവർത്തിക്കാൻ പറ്റില്ല. മനസ്സിലായി? പ്രവർത്തിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല. പിന്നെ പുള്ളിനെ സംബന്ധിച്ച് പുള്ളിയുടെ അഡ്വൈസേഴ്സ് ഒന്നും ശരിയല്ല. ഈ മണ്ടത്തരമാണ് അവർ അഡ്വൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി പുള്ളി ഇവനൊക്കെയാണല്ലോ ഈ പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ കസേരയിൽ കയറിയിരിക്കുന്നത്. എനിക്ക് നാണം തോന്നുന്നു നമ്മുടെ നാട്ടിലെ കുട്ടികളെ ആലോചിച്ച് അവരുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത് എനിക്ക് പേടി തോന്നുന്നു എന്നൊക്കെ പറഞ്ഞതിന് ശേഷം തൊട്ടടുത്ത ദിവസം പുള്ളി മറ്റേ നിയമസഭയിൽ വന്നിട്ട് പറയാണ്, ഞാൻ അവന് പെണ്ണൊന്നും വിളിച്ചിട്ടില്ല, കുറച്ച് കടുത്തു പോയെന്ന് എനിക്കറിയാം, പക്ഷെ അവന് പെണ്ണ് വിളിച്ചിട്ടില്ലെന്നാണ്. ഇതൊക്കെ ഇത്തവണ ബൈറ്റാണ് കിടക്കുന്നത്. ഞാനാണെങ്കിലും താങ്കളാണെങ്കിലും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനി 10 കൊല്ലം കഴിഞ്ഞാലും ഈ വീഡിയോസ് ഒക്കെ അവിടെ തന്നെ കിടക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് ഡയലോഗ് ഉണ്ടാവും. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ മറ്റേ സന്ദീപ് വാര്യർ എന്ന് പറയുന്നത് എന്തോരം വീഡിയോ ആണെന്ന് അറിയാമോ തൃക്കരിപ്പൂരിൽ എന്ത് ചെയ്തത്? കാരണം സന്ദീപ് വാര്യർ പ്രചരിക്കുന്നത്. അപ്പൊ സന്ദീപ് വാര്യർ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അതിന്റെ താഴേക്ക് എഴുതി വെച്ചേക്കുന്ന വാചകമുണ്ട്, അദ്ദേഹം മറന്നുപോയി പാർട്ടി മാറിയെന്നും വന്നിട്ട്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ കുറ്റം പറയുന്ന വീഡിയോസ് ഇട്ടേക്കണം. സത്യത്തിൽ അത് ഇട്ടേക്കണത് കോൺഗ്രസിന് BJP നിന്നപ്പോഴുള്ളതാ. പക്ഷെ അതിന് താഴെ ആളുകൾ മുഴുവൻ വിശ്വസിക്കും ഇപ്പോൾ അത്. കാരണം താഴെ എഴുതി വെച്ചേക്കണത് ഇത് മറന്നുപോയി പാർട്ടി മാറിയെന്ന് പറഞ്ഞിട്ടാ. പിന്നെ വി.ഡി. സതീശന്റെ കാര്യത്തിൽ വി.ഡി. സതീശൻ നിരന്തരമായി നുണ പറയുന്നുണ്ട്, കള്ളം പറയുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒന്നും സംശയമില്ല. കാരണം വീട് പണി തുടങ്ങാൻ പോണേണ്, ഞങ്ങൾ സ്ഥലം മേടിച്ച് രജിസ്ട്രേഷൻ നടത്തി എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ അദ്ദേഹത്തിന്റെ ഗതികേട് കൂടിയാണ്. കാരണം കാശൊക്കെ ഇവരൊക്കെ കൂടി പലതും കൂടി എന്ത് ചെയ്ത് പല വായി പോയി. അപ്പൊ അതുകൊണ്ട് ഇനി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിടിച്ചു നിന്ന് എങ്ങനെയെങ്കിലും ഈ പറയുന്ന പോലെ ഈ കണ്ടീഷനിലേക്ക് ഈ തവണ ഒന്ന് കരകയറ്റാൻ വേണ്ടി പറ്റുമെന്നുള്ള ശ്രമത്തിലാണ് അദ്ദേഹം നടന്നത്. കെ സുധാകരനെ തകർക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടന്നിട്ടുണ്ടായിരുന്നു. വി.ഡി. സതീശൻ അങ്ങനെ നടത്തിയതായിട്ട് തോന്നുന്നുണ്ടോ? കെ സുധാകരനെ തകർക്കാൻ വേണ്ടിയിട്ട് തകർക്കാനല്ല, അത് ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മറ്റൊരു എതിരാളി കൂടി വരും, അത് വലിയ തലവേദനയാകുമെന്നുള്ളത് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്. യഥാർത്ഥത്തിൽ കെ സുധാകരൻ ഒരു സീറ്റ് എങ്ങാനും കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വെറുതെ ഒരു MLA ആയിട്ടിരിക്കാൻ വേണ്ടി സീറ്റ് ചോദിക്കും. ഒന്ന്. രണ്ടാമത്തത് ഏറ്റവും കുറഞ്ഞ അദ്ദേഹം ചോദിക്കാൻ പോണ ആഭ്യന്തര വകുപ്പാണ്. അതിൽ കുറഞ്ഞൊന്നും, അതായത് അദ്ദേഹത്തെക്കാൾ വളരെ ജൂനിയർ ആയിട്ടുള്ള സതീശന്റെ കീഴിൽ വന്നിട്ട് അദ്ദേഹം അവിടെ വളരെ അടങ്ങി ഒതുങ്ങി മനസമാധാനത്തോടുകൂടി എന്ത് ചെയ്യോ, സഹകരണ വകുപ്പ് മന്ത്രിയായിട്ടോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് മന്ത്രിയായിട്ടോ അല്ലെങ്കിൽ ഇപ്പൊ അബ്ദുറഹ്മാൻ ഇരിക്കണ പോലെ തുറമുഖ വകുപ്പാണെന്നൊക്കെ പറഞ്ഞിരിക്കുമോ? യഥാർത്ഥത്തിൽ അബ്ദുറഹ്മാൻ തന്നെ തുറമുഖ വകുപ്പ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടെന്ന് അറിയണേ ഏതോ പ്രശ്നം വന്നപ്പോഴാണെന്ന് പറയുന്നുണ്ട്.
ഒരു ഗവൺമെന്റ് സെക്രട്ടറി എന്നോട് പറഞ്ഞാണ് അദ്ദേഹത്തിന് അറിയാൻ പാടില്ലാന്ന് വകുപ്പ് അദ്ദേഹത്തിന് ഏതാണ്, പിന്നെ ലാസ്റ്റ് എത്തിയപ്പോഴാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഏതെങ്കിലും വകുപ്പ് കൊടുത്ത് കെ സുധാകരനൊന്നും നിർത്താൻ പറ്റില്ല. ഇനി കെ സുധാകരൻ ഒരു വകുപ്പ് കൊടുത്തു എന്ന് തന്നെ വിചാരിക്കും, വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാന്ന് വിചാരിക്കും, മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് ആ വകുപ്പിനകത്ത് ഇടപെടാൻ പറ്റുമോ? അല്ലെങ്കിൽ തന്നെ UDF ഭരണത്തിൽ ഒന്നും സംഭവിക്കുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഉമ്മൻചാണ്ടിക്ക് സ്വന്തം വകുപ്പ് ആഭ്യന്തരം മാത്രം കൺട്രോളുള്ളൂ, വേറെ ഒന്നിലും ഒരു കൺട്രോളും ഇല്ല. കാരണം അതെല്ലാം അവിടെ ഓരോരോ സാമന്ത രാജാക്കന്മാർ ഭരിക്കുന്ന പോലെ ഇവർ ഭരിക്കണത്, മനസ്സിലായി? അതേസമയം പിണറായി വിജയന്റെ ഭരണത്തിലോ മോദിയുടെ ഭരണത്തിലോ അങ്ങനെയല്ല. കാരണം വെച്ചാൽ അവിടെ ഇലയനങ്ങളൊക്കെ എന്ത് ചെയ്യണം, പൊതുഭരണ വകുപ്പിനോട് ചോദിച്ചിട്ട് മാത്രമേ ഇലയിറങ്ങാൻ പറ്റുള്ളൂ, മനസ്സിലായി? എല്ലാ ട്രാൻസ്ഫറിന്റെ ലിസ്റ്റ് ഈ പറഞ്ഞ മുഖ്യമന്ത്രിക്ക് അയച്ചിട്ട് മുഖ്യമന്ത്രിയുടെ അടുത്ത് പെർമിഷൻ മേടിക്കണം. അതിന്റെ ഗുണമുണ്ട് ദോഷമുണ്ട്. അപ്പൊ ഇനി പിണറായി വിജയന് കുറച്ച് റിലാക്സേഷൻ കൊടുക്കാറുണ്ട്. എങ്ങനെയാണെന്ന് അറിയാമോ? മിടുക്കരായ മന്ത്രിമാരാണ് അവർ പ്രോപ്പർലി ചെയ്തോളൂ എന്ന് തോന്നിയാൽ അദ്ദേഹം എന്ത് ചെയ്യാറുണ്ട്, കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ കൊടുക്കാറില്ല. അത് നരേന്ദ്രമോദി കൊടുക്കാറില്ല. പറയുമ്പോൾ നമ്മൾ സത്യം പറയണമല്ലോ. അതേസമയം കോൺഗ്രസിന്റെ ഭരണത്തിൽ അത്ര വലിയ പ്രശ്നമായിരിക്കും. അതുകൊണ്ട് എന്താ ഇപ്പൊ ഒരു ലെറ്റർ പുറത്തു വന്നിട്ടുണ്ട്, ഇനി ജെന്യൂൻ ആണില്ലെന്നും അറിയില്ല. കാരണം എന്താ വെച്ചാൽ കെ സുധാകരൻ പറയുന്നത് ജെന്യൂൻ ആണെന്നാണ്. അതായത് സണ്ണി ജോസഫ് സാറും അതുപോലെ തന്നെ വി.ഡി. സതീശനും എന്ത് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അല്ല, ഞാൻ വിചാരിക്കുന്നത് ഇതിപ്പോ സതീഷിനായിട്ടുള്ള ഒരു കൊട്ടായിരുന്നു സുധാകരൻ നടത്തിയത്. ഇതുപോലെ തന്നെ സണ്ണി ജോസഫിന്റെ കാര്യവും പരിഗണനയിലാണോ? സണ്ണി ജോസഫിന് സ്വാഭാവികമായിട്ടും സുധാകരന്റെ അണികൾ തോതിലുള്ളതാണ്. അപ്പൊ അവര് കാല് വാരും തോന്നുന്നുണ്ടോ? അവര് കാല് വാരിയാൽ അവിടെ പുള്ളി നോക്കും. ആ കാര്യം ഉറപ്പാണ്. ഈ കാല് വാരുമില്ല എന്നൊക്കെ നമുക്ക് ഇലക്ഷൻ കഴിയുമ്പോൾ കാത്തിരുന്ന് കാണണം. പക്ഷെ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ളതാണ് എന്റെ ഒരു ആഗ്രഹം. കാരണം എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരാളാണ് അദ്ദേഹം. ഇപ്പൊ ഈ ഫണ്ടിന്റെ കാര്യത്തിലൊക്കെ അദ്ദേഹം പെട്ടുപോയ ഒരാളാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം വന്ന് കണക്ക് പറയേണ്ടി വന്നതുകൊണ്ട് ഇപ്പൊ അദ്ദേഹത്തിന് വലിയ ഡാമേജ് ആ മണ്ഡലത്തിലുണ്ട്. കാരണം വലിയ തോതിൽ അത് ഇദ്ദേഹം അടക്കം അടിച്ചു മാറ്റിയതാണെന്ന് പ്രചരിപ്പിക്കപ്പെടുകയാണ്. അദ്ദേഹം ₹1 അടിച്ചു മാറ്റിയിട്ടുണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ അദ്ദേഹത്തിന്റെ തലയിലേക്ക് ഇത് എന്ത് ചെയ്ത് വന്ന് പെട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ വാസ്തവം. കാരണം അദ്ദേഹം വന്നാൽ കണക്ക് പറയേണ്ടി വന്നുകൊണ്ട്. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ അവിടെ ഷൈല ടീച്ചറെയാണ് മത്സരിക്കാൻ വേണ്ടി നിർത്തിയേക്കണത്. ഷൈല ടീച്ചറെ മത്സരിക്കാൻ നിർത്തിയത് ഞാൻ വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം. ഒരു 6 മാസം മുമ്പേ പാർട്ടി തീരുമാനിച്ചതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഒരു കമ്മ്യൂണിറ്റി വൈസുള്ള ഇക്വേഷൻസിനെല്ലാം വലിയ തോതിലുള്ള ഇടപെടലുകൾ പാർട്ടി നേരത്തെ തന്നെ നടത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വലിയ അടി യഥാർത്ഥത്തിൽ ഈ പറയുന്ന പോലെ അവിടെ കൊടുക്കാൻ പറ്റും കോൺഗ്രസിന്. കാരണം KPCC പ്രസിഡന്റിനെ തോൽപ്പിച്ചുകൊണ്ട് എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കിയുള്ള ഒരു കാര്യമാണ്. ഞാനിപ്പോൾ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. കാരണം അത് വിശദാംശങ്ങൾ പറഞ്ഞ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതൊന്നും പോകുന്നില്ല. ഞാൻ പറയുന്നത് അവിടെ വലിയ തോതിൽ അത്തരത്തിലുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ആ അഡ്വാൻറ്റേജ് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുന്ന ഒരു നേതാവ് കൂടി വേണം എന്ന് CPM നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ചിരുന്നു. ഒന്ന്. ഇനി രണ്ടാമതൊരു കാര്യം ഞാൻ താങ്കളോട് പറയാം. പറവൂരാണ് മത്സരിക്കുന്നത് ടൈസൺ മാസ്റ്റർ. നിങ്ങൾ അറിയേണ്ടത് CPIയോട് CPM വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ കയ്യിലുള്ളത് ഇപ്പൊ ഞങ്ങൾ പറവൂര് തരാം, നിങ്ങൾ നിരന്തരമായി നിന്ന് തോറ്റുകൊണ്ടിരിക്കുകയാണ്, അതിന് കുഴപ്പമില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതിശക്തനായിട്ടുള്ള ഒരു നേതാവ് തന്നെ അവിടെ വന്ന് എന്ത് ചെയ്യണം, മത്സരിക്കണം എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി പ്ലാൻഡ് ആണ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ചോദിച്ചത് പ്രതിപക്ഷ നേതാവ് സുരക്ഷിതമാണോ എന്ന്. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ സുരക്ഷിതമാണോ എന്ന് ചോദിക്കാൻ ഒരു കാരണം ഇത് തന്നെയായിരിക്കും അല്ലെ? അല്ല, നമ്മൾ ഇതിലെ PK മറ്റേ ലൂസിഫർ എന്ന് പറയുന്ന സിനിമയിൽ മറ്റേ ഇത് ചോദിക്കുന്നുണ്ട്, നിന്നെ സംരക്ഷിക്കാൻ PK രാംദാസ് ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ മോഹൻലാൽ തിരിച്ചു ചോദിക്കുന്ന ജയകുണ്ട്, നിന്നെ സംരക്ഷിക്കാൻ ആരാടാ ഉള്ളത് എന്ന് ചോദിക്കുന്നുണ്ടല്ലോ. ഏതാണ്ട് അതേപോലെ തന്നെ ചോദ്യമാണ്. കാരണം വളരെ ഷാർപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഈ PR ഏജൻസികൾ എഴുതി കൊടുത്താണ് പറയണമെന്ന് പറയുമ്പോൾ ഒരു പേപ്പറും ഇല്ലാതെ ഒന്നുമില്ലാതെ പിണറായി വിജയൻ ചോദിച്ചൊരു ഒറ്റ വാചകമാണ്, ആ വാചകത്തിലുണ്ട് എല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/2 മന്ത്രിമാർ തോക്കുമെന്ന് അരുൺകുമാർ ചോദിക്കുമ്പോൾ ചോദിക്കുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ നില ഭദ്രമാണോ എന്നാണ്.